back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡിന്നർ ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഒരു വാലന്റൈൻസ് ഡിന്നർ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഞാൻ കുറച്ചൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് പതിയെ പതിയെ ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും വാലന്റൈൻസ് ഡേ ഡിന്നർ പറയുമ്പോൾ ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് മസ്റ്റാണ്. അപ്പം സ്ട്രോബെറി ഞാനിവിടെ എല്ലാം ഇതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ക്യാമറ? ഐ തിങ്ക് സോ. ഇവിടെ സ്ട്രോബെറിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതേമാതിരി ബാക്കിയുള്ള ഐറ്റംസ് ഫുൾ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുൾ മീലാണ് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നല്ല, എൻ്റെ ഒരു കാര്യം ഞാൻ പറയണം. ഞാൻ പ്യുവർ വെജാണ്, ഹരി നോൺ വെജാണ്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ചെറിയൊരു വ്യത്യാസം ചെയ്തിട്ടുണ്ട്. എനിക്ക് വെജാണ് മെയിൻ പ്രിപ്പയർ ചെയ്യുന്നത്, ഹരിക്ക് നേരെ തിരിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊരു 3-4 കോഴ്സ് മീലായിട്ടാണ് വരുന്നത്. ഒരു സാലഡ്, ഉരുളക്കിഴങ്ങ് സൈഡിൽ, മെയിനായിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ്, കാർബിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ്, അതേമാതിരി ഡെസേർട്ടിന് സ്ട്രോബെറി, അങ്ങനെയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഉരുളക്കിഴങ്ങ് പ്രിപ്പയർ ചെയ്ത ശേഷം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഉരുളക്കിഴങ്ങ് എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഞാൻ നന്നായിട്ട് ഇപ്പോൾ ഒരു 3 എടുത്തിട്ടുണ്ട്. 2 മതിയായിരിക്കും. ഒരു ഓപ്ഷണലിന് എക്സ്ട്രാ എന്തെങ്കിലും കഴിക്കണം തോന്നിയാൽ ഒരു ഓപ്ഷണലിൽ വെച്ചതാണ് 3 ഈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വലുതാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇത് കുറച്ച് ക്രിസ്പായിട്ട് വരണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും തിന്നായിട്ടാണ് കട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, റൈറ്റ്? അപ്പോൾ ഞാനിതാ കുക്കറിൽ കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു വിസിലിന് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞിട്ടില്ല. ഞാൻ ഒരു പുതിയ സ്ക്രബ്ബർ വെച്ചിട്ട്, നമ്മൾ പാത്രം തേക്കുന്ന സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴുകിയതാണ്, മണ്ണൊക്കെ പോകാൻ വേണ്ടിയിട്ട്. തൊലിയോടുകൂടെ ഇടുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ അതിനെ പറ്റിയിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈവൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ പോലും ഈ തൊലിയോടുകൂടെ നിങ്ങൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുക്കർ ഇതാ വിസിൽ വരാൻ പോകുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഫിറ്റ് ആവുന്ന രീതിയിൽ വേറൊരു പാത്രം ഞാൻ വെക്കാൻ പോവാണ്. നമ്മുടെ ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ആയാലും മതി. ഇതിലേക്ക് കുറച്ചുകൂടെ ഒരു ഷൈൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിൽ മാത്രമേ നമുക്ക് വെളിച്ചെണ്ണയുള്ളൂ, ബാക്കിയെല്ലാം ഒലീവ് ഓയിലാണ്. വെജിറ്റബിൾ ഓയിലായാലും മതി. ഓക്കെ, ഏതെങ്കിലും ഫ്ലേവർലെസ് ഓയിലായാലും മതി. കോക്കനട്ട് ഓയിൽ ഫ്ലേവറുണ്ട്. ഓക്കെ, നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നു. ഞാൻ തീ ഓഫ് ചെയ്യണം. പ്രഷർ മുഴുവൻ പോട്ടെ. പ്രഷർ മുഴുവൻ പോയ ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ആദ്യം നമുക്ക് മെൽറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് സ്ട്രോബെറി ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്, സെറ്റ് ചെയ്യണം. അതാണ് കുറച്ച് സമയം എടുക്കുന്ന ഒരു സാധനം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ ബോൾസ് കാണില്ലേ, ഇത് ക്രിസ്പി ജെല്ലി വൈറ്റ് ചോക്ലേറ്റ് ആണ്. അതുകൊണ്ടാണ്, പ്യുവർ വൈറ്റ് ചോക്ലേറ്റ് അല്ല. ഓക്കെ, സോ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ സ്ട്രോബെറി എടുത്ത് വച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇനി ഞാനതവിടെ ഒന്നെടുക്കുന്നു. ഇതേപോലെ ഡിപ്പ് ചെയ്യുന്നു. വാവ്, ഡിപ്പ് ചെയ്യുന്നു.
നമ്മുടെ പാർച്ച്മെൻറ്റ് പേപ്പർ ഞാൻ ഇതവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഇതിനെ ഫ്രീസറിലേക്ക് വയ്ക്കും. ഇനി നമ്മുടെ ചിക്കനും പനീരിനുള്ള സീസണിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പെരി പെരി സീസണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ അതിന് പകരം കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് പൊടി പൊടിയതായി പോയി കുരുമുളക് പൊടി, അതേമാതിരി കുറച്ച് ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതായാലും നല്ലൊരു മാരിനേറ്റിന് അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പെരി പെരി മസാല ഉള്ളതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യാണ്. അപ്പോൾ കുറച്ചൊരു ചെറിയൊരു ഇന്ത്യൻ ഫ്ലേവർ വരികയും ചെയ്യും. ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച്, ഇപ്പോൾ രണ്ടിനും വേണമല്ലോ, ചിക്കൻ ബ്രസ്റ്റിനും വേണം, നമ്മുടെ പനീരിനും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെരി പെരി മസാല പൗഡർ ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ശരിക്കുള്ള കുരുമുളക് പൊടി ഇല്ല. സോ ഐ ആം ആഡിങ് സം വൈറ്റ് പെപ്പർ പൗഡർ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. റൈറ്റ്, അപ്പോൾ അത് ഞാൻ പനീരാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം നമുക്ക് മീറ്റ് ഗ്രില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ പനീരിലേക്ക് ഇതൊക്കെ വയ്ക്കാം. പനീരിലേക്ക് ഞാനിത് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഒരു ഗ്രിൽ പാൻ എടുക്കട്ടെ. ഗ്രിൽ പാൻ എടുത്തിട്ട് നമുക്ക് ഈ സൈഡ് ആദ്യം ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഈ പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രിൽ പാൻ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഞാൻ സൈഡിലേക്ക് ചരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് പനീർ ഇട്ടാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വെയിറ്റ് ബാലൻസ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടായി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ വരണം, അതുവരെ നമുക്ക് ഒരു സൈഡ് കുക്ക് ചെയ്യാം. ഞാൻ മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കനും കൂടെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇതേപോലെ ഇനി എപ്പോഴെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പനീർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്ര നല്ല പനീരെല്ലാം തോന്നുന്നു, ഭയങ്കര സോഫ്റ്റ്. അത്ര നല്ല പനീരല്ല, മീൻസ് പനീർ നല്ല സോഫ്റ്റാണ്, പക്ഷെ അത്ര സ്റ്റിഫായിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ പ്ലേറ്റിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 3 വെളുത്തുള്ളി ഒന്ന് നൈഫിൻ്റെ ബാക്ക് വശം കൊണ്ടൊന്ന് ചതച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ, അതുമാതിരി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബൽസാമിക് വിനീഗർ, അതുമാതിരി ഇതിലേക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരിയാണ്. അപ്പോൾ അതും ഇട്ട് കൊടുക്കാൻ നല്ല ഫ്ലേവറാണ് കേട്ടോ. റോസ്മേരി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്പൈസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. തൈമോ ഒഴഗാനോയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പനീർ ഇനിയും കുക്ക് ചെയ്യും തോറും ഭയങ്കര സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഞാനിനി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടിൽ അതിൻ്റെ ഫ്ലേവർ മുഴുവൻ ഇതിൽ ഇൻഫ്യൂസ് ആയിക്കോളും. കണ്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ റെഡിയായി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ചൂടിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് വീണ്ടും നമ്മുടെ പാനിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് വെച്ച് കൊടുക്കാം. ഇത് പൊട്ടാതെ കറക്റ്റായിട്ട് വരും എന്ന നമുക്ക് വിശ്വാസത്തിൽ
കുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇതും നമുക്ക് 2 സൈഡ് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുക, നല്ലോണം കുക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് കുക്കായി വന്ന ശേഷം നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഗ്രിൽ മാർക്സ് ഒക്കെ വരുന്ന മാതിരിയാക്കാം. ഓക്കെ, അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകാൻ പറ്റില്ല. അത് ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ആ കുക്കർ നോക്കി ഇരുന്നിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ഞാൻ ചെറിയ പാനിലാണ് വെച്ചിരിക്കുന്നത്, ചെറിയ സ്റ്റൗവിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് സ്ഥലം നോക്കിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടോ, പാൻ ഇപ്പം തന്നെ ചൂടായി. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ നല്ല അത്യാവശ്യം കുറച്ച് സോഫ്റ്റും ഉള്ളിൽ സോഫ്റ്റും കുറച്ച് ക്രിസ്പുമാണ്. ഞാൻ ഇനി ഇത് എടുക്കുകയാണ് കേട്ടോ. എടുത്തിട്ട് അവിടെ ഒരു പ്ലേറ്റിലിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അടുത്ത ബാച്ച് ഇതേപോലെ വെക്കുകയാണ്. ഓവനാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. നമുക്ക് ഒറ്റ ബാച്ചിൽ എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ചിലതെല്ലാം ക്രിസ്പാണ്, ചിലതെല്ലാം നല്ല സോഫ്റ്റാണ്. നമ്മൾ തൊലിയോടുകൂടെയാണ് നമ്മളിത് കുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല തൊലിയുടെ ഭാഗവും നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കി, ഇതാ കണ്ടോ, നല്ല ക്രിസ്പായിട്ട് വന്നിരിക്കുന്നത്. ചിലതൊക്കെ നല്ല സോഫ്റ്റാണ്, തൊട്ട് നോക്കുമ്പോൾ അതാ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റ് ഒരു സൈഡായ ശേഷം ഞാൻ തിരിച്ചിട്ടു. അതാ ഈ സൈഡൊന്ന് ഏകദേശം ആയിട്ടുണ്ട്. അയ്യോ, കണ്ടോ, ഇത് നമുക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം ഇതിനു മുമ്പ് എങ്ങനെയാണ് ചിക്കൻ ബ്രസ്റ്റ് കുക്ക് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ഇതിനും ആ ഒരു സോസ് ഉണ്ടാക്കണം, ബൽസാമിക് വിനീഗറൊക്കെ ഒഴിച്ചിട്ടുള്ളത്. ഈ പ്ലേറ്റിലേക്ക് നമുക്ക് നമ്മുടെ സോസിനുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 പീസ് ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി, സം ഗാർലിക്. ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് തിക്കായതുകൊണ്ട് ഞാനൊരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത്ര വെളുത്തുള്ളിയുടെ ഫ്ലേവർ വേണ്ട, എനിക്ക് തോന്നി ഇതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് വരിക എന്നുള്ളത്. പിന്നെ അത് നമ്മൾ ആഡ് ചെയ്തത് കുറച്ച് ഒലീവ് ഓയിൽ, ആൻഡ് കുറച്ച് ബൽസാമിക് വിനീഗർ. നമ്മൾ ഓൾറെഡി ചിക്കൻ ബ്രസ്റ്റിൽ ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ സോസ്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നേരം ഇരിക്കട്ടെ, അതിനുശേഷം തിരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ആ സൈഡും അതിൻ്റെ ഫ്ലേവറൊക്കെ വന്നോളും. നമ്മുടെ ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ട്, ആക്ച്വലി സാലഡിന് വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങയുടെ നീര് വേണം. അതേമാതിരി ഉരുളക്കിഴങ്ങിന് നമുക്ക് കുറച്ച് അതിനൊന്ന് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലെമൺ സെസ്റ്റ് വേണം. അപ്പോൾ ഞാനൊരു നാരങ്ങ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊന്ന് ഞാൻ ചുരണ്ടി അത് മാത്രം ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളഭാഗം വേണ്ട, വെള്ളഭാഗം കശക്കും. എൻ്റെ ഒരു യെല്ലോ പാർട്ട് മാത്രം ഒന്ന് ഞാനിതിലേക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടുകയാണ്. കുറച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ പാനിലേക്കല്ല, സെർവിങ് ഡിഷിലേക്ക്. ഇനി ഈ ചൂടിൽ തന്നെ ഞാൻ നമ്മുടെ ലെമൺ സെസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതുമാതിരി നമ്മുടെ റോസ്മേരി, പേരല്ല കേട്ടോ, റോസ്മേരി, കൈ കൊണ്ടൊന്ന് കശക്കി അതും ഒന്ന് ഇളം ചൂടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ, ഡ്രൈ ആയാലും കുഴപ്പമില്ല കേട്ടോ,
ഫ്രഷ് കിട്ടുന്നതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഉപ്പ്, കുരുമുളക് പൊടി, എന്നിട്ടെല്ലാം ഒന്ന് ടോസ് ചെയ്തെടുക്കാം, കാരണം ഉപ്പ് എല്ലാവിടേക്കും എത്തണം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കാർബ്സ് ഒന്നും സെർവ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇപ്പോൾ സെർവ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പാസ്തയോ ഏതെങ്കിലും ബാഗറ്റോ ഒക്കെ സെർവ് ചെയ്യാം. ഒരു ടൈപ്പ് ഓഫ് ബ്രെഡാണത്. അതിന് പകരം ഞാൻ നമ്മുടെ സാധാരണ ബ്രെഡില്ലേ അതൊന്ന് ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച ആ പാനിൽ തന്നെ, ആ എണ്ണയിൽ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, കണ്ടോ, ചിലതെല്ലാം സോഫ്റ്റാണ്, ചിലതെല്ലാം നല്ല ക്രിസ്പാണ്. എല്ലാവിടേക്കും ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സാലഡിൻ്റെ കാര്യമാണ്. സാലഡിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ലീവ്സാണ്. അറുകുല എന്നാണ് ഈ ഒരു ലീവ്സിൻ്റെ പേര്. ഞാനവിടെ എഴുതി കാണിച്ചു തരാം സ്ക്രീനിൽ. അറുകുല. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ റുകുല. ഓക്കെ, അപ്പോൾ ഈ ഒരു ലീഫ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ സ്റ്റെംസ് ഒന്നും കട്ട് ചെയ്യാറില്ല. പക്ഷേ എനിക്കൊരു സംശയം, ഞാനും ഹരിയും കഴിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇലയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പകരം ഇത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു ഇലയാണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു തോന്നണു. നമുക്ക് നാട്ടിൽ കിട്ടും. അതിൻ്റെ പേര് ഞാൻ പറ്റിയാൽ എഴുതി കാണിക്കാം. ഓക്കെ, കുറേ മഞ്ഞ ഇലയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വലിയ ഇലയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊരു 3 കപ്പ് വരും കേട്ടോ. ചെറിയൊരു ഫ്ലേവർ ഉണ്ട് ഇതിന്, കടുകിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇതിന് പകരം ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് ലെറ്റ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കോലി, കോളിഫ്ലവറൊക്കെ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. ആ ഒരു വിഭാഗത്തിൽ പെട്ടതാണ് ഈ ഇല. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് എന്താ ചെയ്യുക, ഫുഡി ടോക്കിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഫുൾ നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമുക്ക് കുറച്ച് ഉപ്പ്, പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു തരം സ്പെഷ്യൽ ചീസാണ്. പാർമെസാൻ എന്ന് പറയും, അല്ലെങ്കിൽ പാർമെസൻ എന്ന് പറയുന്ന ഒരു ചീസാണ്. അതും കൂടെ അതൊന്ന് ഷേവ് ചെയ്തിട്ട് നമ്മൾ ഗ്രേറ്ററിൽ കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് പാർമെസാൻ ചീസ്. കണ്ടോ, ഇതാണ് നമ്മുടെ പാർമെസാൻ ചീസ്. അപ്പോൾ ഞാനിതൊന്ന് ഇങ്ങനെ നമ്മുടെ ഗ്രേറ്ററില്ലേ, പീലർ, അത് വെച്ചിട്ടൊന്ന് പീൽ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇത് നമ്മുടെ സാലഡ് റെഡി ആയിട്ടേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാലഡാണ്. അങ്ങനെ നമ്മുടെ ഡിന്നർ, വാലന്റൈൻസ് ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഇത് ഹരിയുടെ പ്ലേറ്റാണ് ഞാനിപ്പോൾ ആദ്യം സെർവ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ, സാലഡ്, നമ്മൾ റോസ്റ്റഡ് പൊട്ടറ്റോസ്, കുറച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ സ്ട്രോബെറിയും അവിടെ റെഡി ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി തന്നെയാണ് വെജ് പ്ലേറ്റും വരുന്നത്. ചിക്കന് പകരം നമ്മൾ പനീർ സെർവ് ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് പകരം പനീറിന് പകരം ടോഫും വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ഒരു ഡിന്നർ ഞാൻ ഇതിന് മുന്നേയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.